ബീഗം ഹസ്രത്ത് മഹൽ. കൊട്ടാരവാസികളുടെ ദാസ്യവേല ചെയ്യുന്ന കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കർമ്മഫലം കൊണ്ട് തന്റെ പേരെഴുതി ചേർത്ത വ്യക്തിത്വത്തിനുടമയാണ് ധീരവനിത ബീഗം ഹസ്രത്ത് മഹൽ. ബീഗം ഓഫ് അവധ് എന്നും ഇവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. 1820 അവധിലെ ഫൈസാബാദിൽ ദാസ്യവേല കുലത്തൊഴിലായി സ്വീകരിച്ച ഒരു കുടുംബത്തിലാണ് ഇവർ ജനിക്കുന്നത്. വിവാഹത്തിനു മുമ്പ് അവരുടെ നാമധേയം മുഹമ്മദി വാനം എന്നായിരുന്നു. ദാസി കുടുംബത്തിലായിരുന്നു ജനനമെങ്കിലും ഇവരുടെ മാതാപിതാക്കൾ ഇവരെ വിറ്റതിനു ശേഷം അന്തഃപുര റാണിയുടെ ജീവിതമായിരുന്നു ഇവർക്ക് ലഭിച്ചത്. ആഢ്യത്വത്തോടെയും കുലീനതയോടെയും ആയിരുന്നു തുടർന്നുള്ള ജീവിതം. ആത്മാഭിമാനമുള്ള രാജ്ഞിയായിരുന്നു. ബ്രിട്ടീഷുകാർ വശീകരിക്കുകയും നവാബിനെ നാടുകടത്തുകയും ചെയ്തപ്പോൾ ബീഗം തളരാതെ വിപ്ലവത്തിന്റെ വെളിച്ചം കൊണ്ടുവന്നു. അവർ തന്റെ മകനെ സിംഹാസനത്തിലിരുത്തി. ഇപ്പോൾ അത് വിപ്ലവത്തിന്റെ സമയമാണ്. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ തലകുനിച്ചില്ല. വിപ്ലവകാരിയായി അവർ നിർഭയയായി പൊരുതി. മാതൃരാജ്യത്തെ സുരക്ഷിതമായി കാത്തു. ആത്മാഭിമാനത്തിന്റെ ബലത്തിൽ ലക്ഷക്കണക്കിന് സൈനികരെ പ്രചോദിപ്പിച്ചു. കടുവയുടെ യുദ്ധത്തിൽ ആലം ചാടിപ്പുറപ്പെട്ടു. ബ്രിട്ടീഷുകാരുടെ എല്ലാ ശ്രമങ്ങളും വൃഥാവിലായി. എന്നാൽ അവർ കൈസർബാഗിലേക്ക് നീങ്ങിയപ്പോൾ വഞ്ചനയുടെ ഇരയായി യുദ്ധത്തിൽ പരാജയപ്പെട്ടു. ബ്രിട്ടീഷ് രാജ് പിടിച്ചടക്കിയെങ്കിലും ശിക്ഷാ ഇളവിന്റെ വാഗ്ദാനം ബീഗം നിരസിച്ചു. ബ്രിട്ടീഷുകാരുടെ ചതി അവർ തിരിച്ചറിഞ്ഞു. അടിമത്തത്തെ നിരാകരിച്ചു. ആത്മാഭിമാനം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. തന്റെ സൈന്യത്തെയും കൂട്ടി അവർ നേപ്പാളിലേക്ക് പുറപ്പെട്ടു. തന്റെ സൈനികരുടെ പരിചരണത്തിൽ കുറവ് വരുത്തിയില്ല. തന്റെ സമ്പത്തും സ്വത്തുക്കളും അവർക്കായി വിനിയോഗിച്ചു. രാജ്യത്തെയും പ്രജകളെയും നിസ്വാർത്ഥമായി സേവിക്കുന്നതിൽ അവൾ നല്ല മാതൃകയായിരുന്നു. നേപ്പാളിൽ ശരീരം ബലിയർപ്പിച്ച് അവർ ഇന്ത്യൻ അഭിമാനത്തിന്റെ മാതൃകയായി. ബീഗം ഹസ്രത്ത് മഹൽ അവർ ഒരു മായാത്ത മുദ്ര പതിപ്പിച്ചു. സ്ത്രീധൈര്യത്തിന്റെ വിളക്ക് തെളിയിച്ചു. 1857 യുദ്ധത്തിന്റെ കഥകൾ ഇപ്പോഴും ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ ഉത്സാഹവും ആവേശവും നിറയ്ക്കുന്നു.